ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ ഒരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഒരു അഭ്യർത്ഥന അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ കാണുന്നത് ആനിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആനിക്കാട് ആവോലി പഞ്ചായത്തിലാണ്. ആവോലി പഞ്ചായത്ത് മൂവാറ്റുപുഴ താലൂക്കിലും. മൂവാറ്റുപുഴ താലൂക്ക് എറണാകുളം ജില്ലയിലാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. മൂവാറ്റുപുഴ നിന്നും തൊടുപുഴ റൂട്ടിൽ 3.5 കിലോമീറ്റർ ചെന്നാൽ ആനിക്കാടായി. ആനിക്കാട് ഈ കാണുന്ന കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ കാണുന്നത് പണ്ടുകാലത്ത് ചിറ എന്ന് പറയുമെങ്കിലും ഭീമാകാരനായ ഒരു കുളമാണത്. നീർത്തട പദ്ധതിയിൽപ്പെടുത്തി കേരളം സ്വരുക്കൂട്ടിയിട്ടുള്ള ഒരുപാട് കുളങ്ങളിൽ ഒരു കുളമാണ് ആനിക്കാട് ഈ പഴയ ചിറ. ആനിക്കാട് ചിറയുടെ പ്രത്യേകത ഈ കാണുന്ന കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് എന്നുള്ളത്. ഭീമാകാരനായ എന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ അളവിലും വലിപ്പത്തിലുമുള്ള ആ ഒരു കാഴ്ചയെയാണ്. ആ വാക്കിൽ ഒതുങ്ങാത്ത അത്ര വലിപ്പമുള്ള ചിറയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നിശ്ചലമായി കിടക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്ന ചിറയുടേത്. ഈ കാണുന്ന ചിറയുടെ തീരങ്ങൾ അതിമനോഹരമായി ടൈൽസ് ഇട്ട് വളരെ വൃത്തിയോടുകൂടി സംരക്ഷിച്ചു പോരുന്ന ഈ ചിറ ആനിക്കാട് പ്രദേശവാസികൾക്കും വഴിപോക്കർക്കുമൊക്കെ ആസ്വാദനം സമ്മാനിക്കുന്ന ഒരു കാഴ്ചയാണ്. ആവോലി പഞ്ചായത്തിൻ്റെ നീർത്തട പദ്ധതിയിൽപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് സ്കീമിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ചിറ ഏവരുടെയും മനം കവരും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. പലവട്ടം ഇതുവഴി പോകുമ്പോൾ ഇടയ്ക്ക് നിർത്തി കാണും എങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് ഈ ചിറവട്ട കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ 22-23 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽപ്പെടുത്തിയാണ് ഈ ചിറയുടെ പുനരുദ്ധാരണം നടത്തിയിട്ടുള്ളത്. ഈ ചിറയുടെ കരയിൽ ഓപ്പൺ ജിമ്മ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ഇവിടത്തുകാരോട് നമുക്കൊരു അസൂയ പോലെ തോന്നുന്നു എന്നുള്ളതാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ അനുഭവം. ഈ കാണുന്ന ഒരുപാട് ഐറ്റംസ് രാവിലെയും വൈകുന്നേരവും ഒക്കെ വന്ന് ഒരു ഫീസുമില്ലാതെ സുന്ദരമായി ഇവിടെ എക്സസൈസ് ചെയ്ത് പോകാവുന്നതാണ്. തന്നെയുമല്ല, ചിറയുടെ വട്ടത്തിൽ ഒരു വട്ടം നടന്നാൽ തന്നെ 1 കിലോമീറ്ററോളം ദൂരമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ചുറ്റളവ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത്രമാത്രം ദീർഘമുണ്ട് ഒരു സൈഡിന് തന്നെ. അത്തരം 4 സൈഡുകൾ കൂടുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിനോട് ചേർന്നാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. കാരണം വഴിയെ പോകുന്നവർക്കൊക്കെ 2 സെക്കൻഡിൽ ബസ്സിലിരിക്കുമ്പോഴാണെങ്കിൽ പോലും ആ ചിറയുടെ ഭംഗി ആസ്വദിച്ചു പോകാമെന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള ഈ കാഴ്ച. എത്ര നടന്നാലും കണ്ടാലും മതി വരാത്ത അത്ര ഓളപ്പരപ്പോട് കൂടിയ ചെറിയ ചെറിയ ഓളപ്പരപ്പിൽ അങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ആനിക്കാട് ചിറയുടെ പ്രത്യേകത എത്ര പറഞ്ഞാലും അവസാനിക്കുകയില്ല. ഈ പ്രദേശവാസികളൊക്കെ ഈ ചിറ വേണ്ടുവോളം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവിൽ മനസ്സിലായത്. എനിക്ക് എത്ര നടന്നിട്ടും അതിൻ്റെ ചുറ്റുവട്ടത്തും അതിൻ്റെ കുളിക്കടവുകളുമൊക്കെ അതിൻ്റെ മനോഹാരിതയും പകർത്തിയിട്ട് മതിവരാതെ ഞാൻ വീണ്ടും വീണ്ടും പകർത്തുകയാണ്. ഓരോ സൈഡിൽ നിന്നും ഓരോ കുളിക്കടവുകളും ഈ ചിറയിലേക്ക് പണി കഴിപ്പിച്ചിട്ടുണ്ട്. പ്രദേശവാസികളായ ആളുകൾക്ക് വന്ന് അലക്കി കുളിക്കാനും മുങ്ങിക്കുളിക്കാനും ഒക്കെ ഈ ചിറ ഒരുപാട് അനുഗ്രഹം ചൊരിയുന്നു. തന്നെയുമല്ല, കൊച്ചുകുട്ടികൾക്കുൾപ്പെടെ നീന്തൽ പഠിക്കാൻ വളരെ വിശാലമായ സൗകര്യമാണ് ഇവിടെ ഉള്ളത്. മുതിർന്നവരുടെ നേതൃത്വത്തിൽ നീന്തൽ മത്സരങ്ങളൊക്കെ നടത്താൻ പറ്റിയ ഒരു വലിയ ചിറയാണ് ആനിക്കാട് ചിറ. ആനിക്കാട് ചിറ സ്ഥിതി ചെയ്യുന്നത് ആവോലി പഞ്ചായത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൂരെ നിന്ന് കാണുമ്പോൾ ഇത് ഏത് സ്ഥലമാണെന്ന് തോന്നുന്ന തരത്തിലേക്കാണ് അതിൻ്റെ വലിപ്പവും അതിൻ്റെ രൂപഭംഗിയും. ഈ കാണുന്ന കരയോട് ചേർന്ന് തന്നെയാണ്, ചിറയുടെ കരയോട് ചേർന്ന് തന്നെയാണ് ആവോലി പഞ്ചായത്തിൻ്റെ മൃഗാശുപത്രിയും സ്ഥിതി ചെയ്യുന്നത്.
തന്നെയുമല്ല ഒരു വാഹനമൊക്കെ ഒന്ന് ഇറക്കി കഴുകണമെങ്കിൽ പോലും അതിനുള്ള പ്ലാറ്റ്ഫോം വരെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ചിരവിട കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കണ്ടു പോകുമ്പോൾ രാവിലെയും വൈകുന്നേരവുമായി വരുന്നവർക്ക് ചുറ്റുവട്ടം നടന്ന് വ്യായാമം നടത്തിയതിന് ശേഷം ജിമ്മിൽ പോയി അത്യാവശ്യം എക്സസൈസും ചെയ്ത് തിരികെ വന്ന് ഇതിലൂടെ ചുറ്റിക്കടന്ന് ഈ ആശുപത്രിയുടെ ഫ്രണ്ടിലൂടെ പോയി നമുക്ക് അത്യാവശ്യം ബേക്കറി ചായയും ഒക്കെ സ്നാക്സും ചായയും കഴിക്കാനുള്ള എല്ലാ സൗകര്യവും ഇതിൻ്റെ അങ്ങേ തലക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് ആവോലി ഗ്രാമപഞ്ചായത്തിൻ്റെ സർക്കാർ മൃഗാശുപത്രിയാണ്. ഇത് ഈ ചിറയുടെ കരയിൽ തന്നെയാണ് എന്നുള്ളത് അവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചും വളരെ രസകരമായ അനുഭവമായിരിക്കും. എൻ്റെ വീട്ടിൽ നിന്നും 5 കിലോമീറ്ററാണ് ദൂരമെങ്കിലും ദിവസവും ഇവിടെ പോയി നടന്നാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകും. ഇന്ന് എന്തോ ഭാര്യയ്ക്ക് എൻ്റെ കൂടെ പോരാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അതൊന്ന് അടുത്ത ദിവസം തന്നെ പോയി കാണണമെന്നുള്ള ആഗ്രഹം വീണ്ടും ജനിച്ചിട്ടുണ്ട്. അതിനാൽ വീണ്ടും ഞങ്ങൾ ഒന്നുകൂടി പോകും. തന്നെയുമല്ല, വൈകുന്നേരങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോയി 2 ചുറ്റുവട്ടം നടന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം എക്സസൈസും ചെയ്ത് ആ കടയിൽ നിന്നൊരു കാപ്പിയും കുടിച്ച് പോന്നാൽ ഒരു ദിവസത്തെ വൈകുന്നേരത്തെ വലിയൊരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്, നമുക്ക് കിട്ടുന്നത്. തന്നെയുമല്ല, വരുന്നവർക്കും പോകുന്നവർക്കുമൊക്കെ മലമൂത്ര വിസർജനം ചെയ്യാൻ ടോയ്ലറ്റ് സൗകര്യങ്ങൾ വളരെ ഭംഗിയായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വിശേഷങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഇതെല്ലാം കൃത്യമായി പരിപാലിക്കുന്നു എന്നുള്ളത് എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ്. തന്നെയുമല്ല, കുടുംബശ്രീയുടെ ഒരു ചെറിയ ടീഷാൾ ഞാൻ ആദ്യമേ പറഞ്ഞു, കാപ്പിയും സ്നാക്സും നമുക്ക് ഇവിടെ ലഭിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. തന്നെയുമല്ല, ഇതിനഭിമുഖമായി തന്നെയാണ് ഈ കാണുന്ന ഉമാമഹേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടു ചേർന്നല്ലെങ്കിലും അതിൻ്റെ ഗേറ്റാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ ആനിക്കാട് മുസ്ലിം പള്ളിയും ഒക്കെ ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. അമ്പലത്തിലും പള്ളിയിലുമൊക്കെ വരുന്നവർക്കൊക്കെ വെറുതെ ഒന്ന് വന്നിരുന്ന് വർത്തമാനം പറയാനും ഇത്തരത്തിൽ സമയം ഇപ്പോൾ 5:30 മണിയായി, ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളെയും ഒക്കെയായി ഇതിൻ്റെ ചുറ്റുവട്ട കാഴ്ചകളുമൊക്കെ കാണാൻ അങ്ങനെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ ഇത്തരം കൊച്ചു കൊച്ചു കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തന്നെയുമല്ല, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ മൊബൈലിലേക്ക് അപ്പോൾ എത്തും എന്നുള്ള കാര്യവും ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ഒരു ലൈക്ക് അടിക്കാൻ പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ലല്ലോ, അതിനാൽ ഒരു ലൈക്കും അടിച്ചാൽ എനിക്ക് അതൊരു വലിയ സന്തോഷവുമാകും. പച്ചപ്പാണിൻ്റെ സന്തോഷമെന്ന കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ഞാൻ ചിറയുടെ ഒരു ചുറ്റുവട്ടം എത്തി കഴിഞ്ഞിട്ട് ആ കുടുംബശ്രീയുടെ കടയിൽ നിന്നൊരു ചായയും വാങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ചിറയുടെ അകത്തേക്ക് നോക്കുമ്പോഴാണ് ആയിരക്കണക്കിന് മീനുകൾ ഇതിനകത്ത് വളരുന്നു എന്നുള്ളത് ഒരു മനോഹര കാഴ്ചയായി എന്നെ അമ്പരപ്പിച്ചു. ആ കാഴ്ചകളിലേക്ക് ഒരുപാട് നേരം ഞാൻ നോക്കിയിരുന്നു. ഏത് മത്സ്യമാണ് ഇട്ടിരുന്നത് എന്ന് ചോദിക്കാൻ വിട്ടുപോവുകയും ചെയ്തു. ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. ചായ പറഞ്ഞ് കുടുംബശ്രീയിൽ നിന്നുള്ള ഒരു ഗ്ലാസ് നല്ല തനി നാടൻ ചായ കിട്ടിയപ്പോൾ അത് വല്ലാത്തൊരു ആശ്വാസമായി. എല്ലാം കൊണ്ടും ഇന്നത്തെ കാഴ്ചകളും സഞ്ചാരങ്ങളും വളരെ രസകരമായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഞാൻ ഈ സംതൃപ്തിയോടെയുള്ള എൻ്റെ ഈ ചായ കുടി. അങ്ങനെ ആ ചായയും മേടിച്ച് കഴിച്ച് ഒന്നുകൂടി ചിറയുടെ കാഴ്ചകൾ കണ്ട് ഞാൻ ആസ്വദിച്ച് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾ ഏവർക്കും നന്ദിയും സന്തോഷവും ലഭിച്ചു കാണുമെന്നുള്ള പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.